നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പുതിയതായിട്ട് ഇപ്പോൾ ഒരു വാട്സപ്പ് വഴി ഒരു മാൽവെയർ കടക്കുന്നുണ്ട്. ഈ മാൽവെയർ അയക്കുന്നത് ഒരു ലിങ്ക് വഴിയാണ്. ഇത് ഹാക്കർമാരാണ് അയക്കുന്നത്. ഈ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പൈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും ഈ സ്പൈ ആപ്ലിക്കേഷൻ എടുക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ കോണ്ടാക്റ്റ് മുഴുവൻ ആക്സസ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്ന പോലെ നിങ്ങളുടെ ഫോണിലേക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അയക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ പരിചയമുള്ള ആളിൻ്റെയോ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ എനിക്ക് ആവശ്യമാണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങളങ്ങനെ നിങ്ങളുടെ പരിചയമുള്ള ആളായതുകൊണ്ട് പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടും. നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മുഴുവൻ നഷ്ടമാകും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും രീതിയിലുള്ള, ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഏതെങ്കിലും രീതിയിലുള്ള മെസ്സേജുകളോ ലിങ്കുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ധൃതി വെച്ച് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹാക്കർമാർ ഹാക്ക് ചെയ്യും. അപ്പോൾ ഈ ലിങ്കിലായിരിക്കും ആ മെസ്സേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജുകളായിരിക്കും വരുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പിൽ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് എന്നാണ് ആ സെറ്റിങ്സിൻ്റെ പേര്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് വഴി നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്ന സെറ്റപ്പാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേളിലായിട്ട് 3 ഡോട്ട് കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മേളിലൊരു 3 ഡോട്ടുണ്ട്. ആ ഡോട്ടിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സ് നമുക്ക് വരുന്നതാണ്. ആ സെറ്റിങ്സിൻ്റെ അകത്താണ് നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് ചെയ്യാനുള്ളത്. വാട്സപ്പിൻ്റെ ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ട്. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഉണ്ടോ, ഇതാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ്. അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഞാനിവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഓൾറെഡി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ടേൺ ഓഫ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ടേൺ ഓൺ എന്ന് കാണും. ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. 6 അക്ക വെരിഫിക്കേഷൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. വേണ്ട, ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് എന്താണെന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകും. അതുകൊണ്ടുള്ള പ്രയോജനവും എത്രമാത്രം അത് പ്രൊട്ടക്ഷനാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് ചെയ്തു കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ്. അതുകൂടാതെ 3 ഓപ്ഷനൂടെ നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ, 3 ഓപ്ഷനൂടെ ഓൺ ചെയ്ത് കൊടുക്കുക. എങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ താഴെയായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൈവസി അതിൻ്റെ താഴെ അക്കൗണ്ട്സിൻ്റെ താഴെയായിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും. ഇതാണത് ഏറ്റവും താഴെ. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 സെറ്റിങ്സുകൾ ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കാണ്ടോ. ഇവിടെ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 3 സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്യുക. ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ കോളുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് വഴി ഏതെങ്കിലും സ്പൈ ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യാനോ ഉള്ള ഓപ്ഷനാണ് ആദ്യത്തത്. രണ്ടാമത്തത് ഏതെങ്കിലും വീഡിയോ കോളോ വോയിസ് കോളോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോളുകൾ ആരും ലീക്ക് ചെയ്യാതിരിക്കാനും ഹാക്ക് ചെയ്യാതിരിക്കാനുള്ള സെറ്റിങ്സാണ്. മൂന്നാമത്തത് അതേപോലെ തന്നെ ഫുള്ള് പ്രൊട്ടക്ഷനുള്ള സെറ്റിങ്സ് ആണ്. ഇത് 3 നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക. ഇത് 3 ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാട്സപ്പ് ടാർഗറ്റ് ചെയ്ത് ഹാക്ക് ചെയ്യുന്ന ഹാക്കർമാർ വളരെ കൂടുതലാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി നമുക്ക് പൈസയൊക്കെ അയക്കാൻ പറ്റുന്നതുകൊണ്ട് ആ രീതിയിൽ പൈസ അയക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് പൈസ നഷ്ടമായിട്ടുണ്ട്. അതേപോലെ അക്കൗണ്ട് ഹാക്കായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇൻഫർമേഷൻ തന്നത്. എത്രയും പെട്ടെന്ന് ഈ രീതിയിൽ ചെയ്യുക. അനാവശ്യ ലിങ്കുകൾ ഓപ്പൺ ചെയ്യരുത്. അതേപോലെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പൈസ ആവശ്യപ്പെട്ടോ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും അതിന് റിപ്ലൈ ചെയ്യരുത്. അതേപോലെ തന്നെ ഏതെങ്കിലും സുഹൃത്ത് പൈസ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഡയറക്റ്റ് കോൾ ചെയ്ത് ചോദിക്കുക ഈ രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന്. അല്ലാതെ അത് ചോദിക്കാതെ
പെട്ടെന്ന് പൈസ ഇട്ട് കൊടുക്കരുത്. നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ ഹാക്ക് ചെയ്ത് പൈസ മുഴുവൻ നഷ്ടമാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.